ബുദ്ധിമുട്ടുണ്ടായാലും എന്നെ അറിയിക്കണം. ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്ന് വാക്ക് തന്നത് ഞാനാ, അല്ലേ മിഥുൻ? അതെ അതെ, അങ്കിള് വാക്ക് പറഞ്ഞ വാക്കാ. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ തീരുമാനിച്ച പോലെ നടക്കും പ്രിയേ. അപ്പോ എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ചിട്ടാ 3 പേരും ഇവിടെ നിന്ന് പിരിയുന്നത്. സത്യനെ വിശ്വസിച്ചപ്പോഴൊക്കെ എനിക്ക് നല്ലതേ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോഴും അങ്ങനെയാവുമെന്ന് തന്നെയാ എന്റെ വിശ്വാസം. പോയിട്ട് വാ. ഒന്നും കൊണ്ടും പേടിക്കണ്ട. എനിക്കില്ലാതെ പോയ മോള് തന്നെ ആവും കീർത്തി. പോട്ടെ മോളെ. പിന്നെ കേട്ടോ നിങ്ങളെ, ഞാൻ എന്റെ കാര്യം നടത്തിയിട്ട് വന്നുകൊണ്ട് തേഞ്ഞില്ല. ഇവിടെ ചിലരെ വിശ്വസിച്ച് അവര് വിളിച്ച ഉടനെ വന്നിരുന്നെങ്കിൽ ആ അരമണിക്കൂർ കൊണ്ട് എനിക്ക് കോടികൾ നഷ്ടമായേനെ. താൻ കാരണ ഞങ്ങളുടെ യാത്ര അരമണിക്കൂർ വൈകിയത്. എന്നിട്ട് കൂടുതൽ വാചകമൊന്നും അടിക്കണ്ട. പിന്നെ ഞാൻ വന്നിട്ട് 1 മണിക്കൂറായി. നിങ്ങൾ ഇപ്പോഴല്ലേ വന്നത്? താൻ വന്നപ്പോ രാഹുകാലമായി. അത് തീരാൻ കാത്തിരുന്നോണ്ടാ ഞങ്ങൾ വൈകിയത്. ഇന്ന് വെള്ളിയാഴ്ച 10:30 രാഹുകാലം. അതുപോലെ അറിയാൻ വയ്യാതെയാണോ വലിയ ജാടയായിട്ട് നടക്കുന്നത്? നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കണ്ട. ഇദ്ദേഹം വരാൻ വൈകിയതുകൊണ്ട് നമുക്ക് അത്രയും സമയം കൂടി കീർത്തിയുടെ കൂടെ നിൽക്കാൻ പറ്റിയില്ലേ? ആന്റിക്ക് വിവരമുണ്ട്. പക്ഷെ ഇത്തരം അമൂല്യമായ അറിവുകളൊക്കെ ഈ കുട്ടിക്കോട് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ വളർത്തുദോഷം എന്ന പേര് കേൾക്കേണ്ടി വരില്ലായിരുന്നു. വളർത്തുദോഷമുണ്ടെന്ന് കാണുന്നവർക്ക് പോലും മനസ്സിലാവുന്നുണ്ട്. ₹1 കോടി സം അഷ്വർഡ് ഇൻഷുറൻസിന് മാസം 50,000 രൂപ വെച്ച് 20 വർഷം അടയ്ക്കുന്ന ഒരു പോളിസിയുണ്ട്. അതാവുമ്പോ മെച്ചൂർ ആവുമ്പോഴേക്കും 2 കോടി രൂപയ്ക്ക് മുകളിൽ കയ്യിൽ വരും. ഇനി അതല്ല, മെച്ചൂർ ആവുമ്പോ ടോട്ടൽ 1 കോടി രൂപ മതിയെങ്കിൽ ഒരു 50 ലക്ഷത്തിന്റെ പോളിസി എടുത്താൽ മതി. അപ്പോ 25,000 രൂപ മാസം അടയ്ക്കണം. ഒരു മാസത്തെ കാശടച്ചാൽ ഉടനെ ഇൻഷുറൻസ് തുക കിട്ടുന്ന പരിപാടി വല്ലതും ഉണ്ടോ? ഈസി മണിയാണ് ആരും ഉദ്ദേശിക്കുന്നത്. സത്യവതിക്ക് കാര്യം മനസ്സിലായി. എനിക്ക് അത്യാവശ്യമായിട്ട് 1 കോടി രൂപ കിട്ടണം. അതിനുള്ള വഴിയാ ഞാൻ ആലോചിക്കുന്നത്. ഞാനും ആര്യനെ പോലെ തന്നെയാ. എനിക്ക് ജോലി ചെയ്ത് ജീവിക്കാൻ ഒരു താല്പര്യമില്ല. ഈസി മണിയില എനിക്കും ഇൻട്രസ്റ്റ്. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോ കറക്റ്റ് ആളെ തന്നെയാണ് എനിക്ക് ഇൻഷുറൻസ് അഡ്വൈസർ ആയിട്ട് കിട്ടിയത്. പക്ഷേ ഞാൻ ആര്യനെ പോലെ താൽക്കാലികമായി കുറച്ച് പണം ആഗ്രഹിക്കുന്ന ആളല്ല. എനിക്ക് സ്ഥിരമായി കാശ് വന്നുകൊണ്ടേയിരിക്കണം. ഒരു കോടീശ്വരനെ കല്യാണം കഴിക്കണമെന്നാ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം. നിങ്ങൾ ഗേൾസിന് കാശുകാരിയാവാൻ അങ്ങനെ ഒരു സൗകര്യമുണ്ട്. പണിയെടുക്കുന്നേ പാവ ആണുങ്ങളാണല്ലോ. എനിക്കും വേണമെങ്കിൽ ഒരു കോടീശ്വരെ കല്യാണം കഴിക്കാം. പക്ഷേ അത് സെറ്റാവില്ല. ഒരു കോടീശ്വരുടെ കാശ് കിട്ടുമെങ്കിൽ ഞാൻ വാങ്ങിക്കും. പക്ഷേ എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. അല്ലെങ്കിലും ആര്യനൊരു കോടീശ്വരി കല്യാണം കഴിക്കണ്ട. ഒരു മിഡിൽ ക്ലാസ്സുകാരി ഭാര്യയായിരിക്കും ചേരുക. ഓ, അതല്ല സത്യവതി പ്രശ്നം. ഈ കല്യാണം എന്ന് പറഞ്ഞാലേ ഒരു വലിയ ബാധ്യതയാ. ആ ഏടാ കൂടെ നടന്നു കഴിഞ്ഞാൽ ഭാര്യയും കൊണ്ട് എല്ലായിടത്തും പോകണം. ഷോപ്പിങ്ങിനൊക്കെ പോയി വെറുതെ കാത്തു കെട്ടിക്കിടക്കണം. എന്തൊരു ബുദ്ധിമുട്ടാ. ഓ, കല്യാണം കഴിഞ്ഞ് ഇഷ്ടം പോലെ കാശങ്ങ് കൊടുത്താ തനിച്ച് ഷോപ്പിങ്ങിനും മറ്റും പോകുന്ന പെൺകുട്ടികളും ഉണ്ട്. ഞാനൊക്കെ വേണമെങ്കിൽ ഹണിമൂൺ വരെ ഒറ്റയ്ക്ക് പോകും. അതൊന്നും ശരിയാവില്ല.
2 പിള്ളേരും കൂടെ ആയാലേ അതുങ്ങളെ വളർത്തണ്ടേ? രാത്രി ചീവീട് പോലെ മോങ്ങിയ എന്റെ ഉറക്കം വരെ പോവും. കുട്ടികള് ഭർത്താവിന്റെ അടുത്തുപോലും വരാതെ നല്ലവളായ ആ പെൺകുട്ടി നോക്കിക്കോളൂ. ഭർത്താവിന്റെ ഉറക്കം അവൾക്ക് വളരെ പ്രധാനമാണ്. അതൊന്നും വേണ്ട. കൊച്ചു പിള്ളേരെ ദേഹത്തും ബെഡിലൊക്കെ മുള്ളി വയ്ക്കും. അതൊക്കെ വലിയ പ്രശ്നമാണ്. 24 മണിക്കൂറും കുട്ടികളെ ഡൈപ്പർ കെട്ടിച്ചോണ്ട് നടത്താം. അപ്പൊ അവരാരിന്റെ ദേഹത്ത് മുള്ളില്ലല്ലോ. വേണ്ട, വേറെ വല്ല വഴിയും പറ. ആര്യൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിക്ക് കുട്ടികളില്ലാത്ത ഒരു ഏട്ടനും ഏട്ടത്തി ഉണ്ടെന്ന് വെച്ചോ. അപ്പോ ആര്യന്റെ കുട്ടികളെ അവർക്ക് കൊടുത്താൽ അവര് വളർത്തിക്കോളൂല്ലോ. ആ ഐഡിയ എങ്ങനെയുണ്ട്? എടോ, തന്നോട് ഞാൻ ചോദിച്ചതേ കുട്ടികളെ നോക്കാനുള്ള വഴിയല്ല, കാശുണ്ടാക്കാൻ വല്ല വഴിയുണ്ടോന്നാ. പെട്ടെന്ന് കാശ് വേണമെങ്കിൽ ഉടനെ മരിച്ചു പോകാൻ സാധ്യതയുള്ള ആരുടെയെങ്കിലും പേരിൽ പോളിസി എടുത്ത് ആര്യനെങ്ങനെ ഓമനിയാക്കിയാ മതി. അങ്ങനെയാണെങ്കിലേ ഞാൻ തന്റെ പേരിൽ ഒരു പോളിസി എടുത്തിട്ട് തന്നെ അങ്ങ് കൊല്ലാം. പേടിച്ചു പോയല്ലേ? ജസ്റ്റ് കിഡിങ്. ഞാനൊരു ജോക്ക് പറഞ്ഞതാ. ഏതെങ്കിലും ഒരു കിളവനെ കണ്ടുപിടിച്ച് അയാളുടെ പേരിൽ ഒരു പോളിസി എടുക്കാം. പക്ഷേ ഉദ്ദേശിച്ച പോലെ അയാൾ തട്ടിപ്പോയില്ലെങ്കിൽ എന്ത് ചെയ്യും? എല്ലാ മാസവും കാശ് അടച്ച് ഞാൻ പെട്ടുപോയില്ലേ? എനിക്കേ കാശിന് അത്രയ്ക്ക് അത്യാവശ്യമുള്ളതുകൊണ്ടാ. ആര്യന്റെ ഡാഡിയോട് ചോദിച്ചാ കാശ് കിട്ടില്ലേ? SP സാറിന്റെ കയ്യിൽ ഇഷ്ടം പോലെ കാശുണ്ടല്ലോ. ഓ, ഡാഡി പറയുന്നേ ഞാൻ കല്യാണം കഴിച്ച സ്വത്ത് വരാന്ന. അതും എനിക്ക് മാത്രമായിട്ടല്ല, എനിക്കും ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെയും പേരിൽ മുഴുവൻ സ്വത്തും എഴുതി വയ്ക്കോ അത്ര. മുഴുവൻ സ്വത്തും എനിക്കോ? അയ്യോ, താനെന്താ ഇങ്ങനെ നോക്കുന്നേ? നമുക്കിപ്പൊ തന്നെ കല്യാണം കഴിച്ചാലോ? നമുക്കോ? അല്ല, അത് പിന്നെ ആര്യൻ ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടിയെ കണ്ടെത്തി നമുക്ക് കല്യാണം നടത്താന്നാ ഞാൻ ഉദ്ദേശിച്ചേ. എങ്കിലേ ഒരു കാര്യം ചെയ്യ്, നല്ല കാശുള്ള കുടുംബത്തിലെ പെമ്പിള്ളേരെ വല്ലതുകൊണ്ടേ പറ. ഒരു കോൺട്രാക്ട് പോലെ കല്യാണം കഴിക്കുകയാണെങ്കിൽ എനിക്ക് വിരോധമില്ല. സ്വത്ത് എന്റെ പേരിലായി കഴിഞ്ഞാൽ ആ നിമിഷം എനിക്ക് ഡിവോഴ്സ് ചെയ്യേണ്ടതാണ്. നിന്നെ ഇനി ഞാൻ ഒരു കാശുകാരിക്കും വിട്ട് കൊടുക്കില്ല എന്റെ ആര്യൻകുട്ടാ. സത്യം എന്താ ഇങ്ങനെ നോക്കുന്നേ? അല്ല, എല്ലാം സെറ്റാക്കാന്ന് മനസ്സിൽ കരുതുകയായിരുന്നു. ഓ